CPM അടൂർ നേതൃത്വത്തിനെതിരെ അടൂരിൽ നിന്ന് തന്നെ എതിർസ്വരം. ഇതിൽ ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചതും അടൂരിൽ നിന്നുള്ള പ്രതിനിധി. ഇതാണ് പൊതുചർച്ചയിൽ അസ്വാരസ്യം സൃഷ്ടിച്ചത്. CPM ജില്ലാ സെക്രട്ടറി, CITU ജില്ലാ സെക്രട്ടറി, DYFI ജില്ലാ സെക്രട്ടറി, KSKTU ജില്ലാ സെക്രട്ടറി, SFI ജില്ലാ പ്രസിഡന്റ്, ബാലസംഘം രക്ഷാധികാരി, പാലിയേറ്റീവ് കെയർ ജില്ലാ കൺവീനർ അടൂരിലെ സഖാക്കൾ കൈവശം വയ്ക്കുന്ന സ്ഥാനങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു രാജശേഖരക്കുറുപ്പിന്റെ വിമർശനം. പരാമർശം നീണ്ടുപോകുന്നത് കണ്ട് അടൂരിൽ നിന്നുള്ള കൃഷ്ണകുമാർ സ്വരം കടുപ്പിച്ചു. ഇതോടെ പ്രതിനിധികളിൽ പലരും സീറ്റ് വിട്ട് എഴുന്നേറ്റു. CPM അടൂർ ജില്ലാ സമ്മേളനം എന്നുകൂടി പറയാൻ ഇതിനിടെ മറ്റു ചിലർ ആവശ്യപ്പെടുകയും ചെയ്തു. പ്രസിഡിയം ആവർത്തിച്ച് ഇടപെട്ടാണ് പ്രതിനിധികളെ ശാന്തരാക്കിയത്. അടൂർ പരാമർശം കേട്ട് സംസ്ഥാന സെക്രട്ടറി അടക്കം നേതാക്കൾ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. നേതാക്കൾ G സുധാകരനും EP ജയരാജനുമാണ് വിമർശിക്കപ്പെട്ടത്. വിശ്രമദ്വീപ് നയിക്കുന്ന G സുധാകരൻ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നു. ഇദ്ദേഹത്തെ നിയന്ത്രിക്കണം. EP ജയരാജനും ദല്ലാൽ നന്ദകുമാറും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നത് നേതൃത്വം വിശദീകരിക്കണമെന്നും ആവശ്യമുയർന്നു. പോലീസിന് നേരെയും വിമർശനമുണ്ട്. ഫോട്ടോ എടുക്കലും പെറ്റിയടിക്കലുമാണ് പോലീസുകാരുടെ പണി. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിലടിച്ചത് മിനിറ്റുകൾക്കുള്ളിൽ ചാനൽ വാർത്തകളായി. വിവരം ചോർത്തിയത് ആരെന്ന് കണ്ടെത്താൻ കബഡി നിരത്തേണ്ടതില്ല. എന്നിട്ടും നടപടിയുണ്ടായില്ല. പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയുടെ പ്രമോഷൻ വീഡിയോ പോസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ കുറ്റക്കാരെ കണ്ടെത്തിയില്ല, നടപടിയെടുത്തതുമില്ല. SFIക്ക് സർവകലാശാലകളിൽ ഭരണമുണ്ട്. എന്നാൽ പൊതുസമൂഹത്തിൽ മോശം പ്രതിച്ഛായ. CPM ബ്രാഞ്ച് സെക്രട്ടറിമാരെ കണ്ടാൽ പാർട്ടി അംഗങ്ങൾ പണപ്പിരിവാണെന്ന് കരുതി ഓടിയൊളിക്കുന്ന സ്ഥിതിയാണ്. നവകേരള സദസ്സിൽ താൻ ഇടപെട്ട് നൽകിയ പരാതികളിൽ ഒന്നിൽ പോലും പരിഹാരമുണ്ടായില്ലെന്ന് മല്ലപ്പള്ളിയിൽ നിന്നുള്ള വനിതാ പ്രതിനിധിയും പറഞ്ഞു. പുതിയ നേതൃനിരയെ തിരഞ്ഞെടുത്ത് സമ്മേളനം നാളെ അവസാനിക്കും. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.